എപ്പോൾ ചെന്നാലും ഇത്രയും തിരക്കുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂരിലുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പം ഞങ്ങളിന്ന് പോയത് രാമേശ്വരം കഫേയിലാണ്. രാമേശ്വരം കഫേയിലെ എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓർഡർ ചെയ്തപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തുവാ മേടിക്കേണ്ടാത്തതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാ സാധനത്തിനകത്തിലെ ഒരെണ്ണം വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാൻ പോയത്. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ പ്രിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ വന്ന് നേരത്തെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൂടുതൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആകെ കഴിക്കാഞ്ഞിട്ടുള്ളത് ഈ പഡ്ഡു മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പഡ്ഡു ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ട്രൈ ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പൊടി ഇഡ്ഡലിയൊക്കെ കഴിച്ചു. കാരണം എനിക്ക് പൊടി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ പൊടി ഇഡ്ഡലിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ കഴിച്ചത് കേട്ടോ. പിന്നെ ഈ ബട്ടൺ ഇഡ്ഡലി അതും അടിപൊളി ഐറ്റമാണ്. പിന്നെ ഞാൻ അവിടുത്തെ ആ പഡ്ഡു കഴിച്ച് നോക്കി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് അവിടുത്തെ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ട് എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുത്തെ ബട്ടർ മസാല ദോശ കഴിച്ചായിരുന്നു കേട്ടോ. ഇത് പക്ഷേ ഇച്ചിരി കട്ടിയായിരുന്നു. എങ്കിലും ടേസ്റ്റ് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ചെറുതായിട്ട് കട്ടി ഉണ്ടായിരുന്നു എന്നുള്ള ആകെ പ്രശ്നമുള്ളായിരുന്നു. പിന്നെ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഴിച്ചില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സാണ് അത് കഴിച്ചത്. എനിക്കത് കഴിക്കാനായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. പിന്നെ കുറേ നേരം എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടുന്ന് പതിയെ ഇങ്ങ് ഇറങ്ങി. അപ്പം ബായ്.